2017 രൂപീകരിച്ച മൂന്നംഗ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 2024 ഓഗസ്റ്റ് 19 പുറത്തിറങ്ങി. പിന്നാലെ സ്ത്രീകളോടുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ ഞെട്ടിക്കുന്ന ഭയാനകമായ കഥകളാണ് പുറത്തുവന്നത്. നിരവധി അഭിനേതാക്കളായ നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും ലൈംഗികാരോപണങ്ങളുമായി നിരവധി വനിതാ താരങ്ങൾ രംഗത്ത് എത്തിയിരിക്കുന്നു. ശ്രീലേഖ മിത്ര ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്ര കേസ് കൊടുത്തത്. ലൈംഗിക ഉദ്ദേശ്യത്തോടെ ശരീരത്തിൽ സ്പർശിച്ചെന്ന് ശ്രീലേഖ കൊച്ചി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. തുടർന്ന് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നു. രേവതി സമ്പത്ത് നടനും അമ്മയുടെ സെക്രട്ടറിയുമായ സിദ്ദിഖിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായാണ് രേവതി സമ്പത്ത് എത്തിയത്. സിദ്ദിഖിന് പുറമെ നടൻ റിയാസ് ഖാനെതിരെയും രേവതി സമ്പത്ത് പറയുന്നു. നടൻ റിയാസ് ഖാൻ ഫോണിൽ വിളിച്ചു വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. തനിക്ക് താല്പര്യമില്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളെ ആരെയെങ്കിലും ഒപ്പിച്ചു തരുമോ എന്നും റിയാസ് ഖാൻ ചോദിച്ചു. അതേസമയം നടൻ സിദ്ദിഖിനെതിരെയുള്ള ആരോപണം പ്രായപൂർത്തിയാകും മുൻപ് 2016 സിദ്ദിഖ് തന്നെ പീഡിപ്പിച്ചുവെന്നാണ് രേവതി വെളിപ്പെടുത്തിയത്. ഈ ആരോപണത്തിന് പിന്നാലെ താരസംഘടനയിൽ നിന്നും സിദ്ദിഖ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. മീനു മുനീർ സിനിമയിൽ അഭിനയിക്കാനെത്തി ആദ്യ സിനിമയിൽ നിന്ന് തന്നെ ദുരനുഭവം നേരിടേണ്ടി വന്ന നടിയാണ് മീനു മുനീർ. നടൻ ജയസൂര്യ, മുകേഷ്, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെയാണ് ഗുരുതര ആരോപണങ്ങളുമായി നടി എത്തിയത്. 2008 ദേ ഇങ്ങോട്ട് നോക്കി എന്ന ജയസൂര്യ ചിത്രത്തിൽ നിന്നുമാണ് ജയസൂര്യയിൽ നിന്നും ദുരനുഭവം ഉണ്ടായത്. സമാനമായ രീതിയിൽ മണിയൻ പിള്ളയിൽ നിന്നും ദുരനുഭവമുണ്ടായി. കലണ്ടർ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ താൻ താമസിക്കുന്ന ഹോട്ടലിൽ വന്ന് മുറിയെടുക്കുകയും വാതിലിൽ മുട്ടുകയും ചെയ്തിരുന്നു. നടൻ ഇടവേള ബാബുവിനെതിരെയുള്ള ആരോപണം അമ്മയുടെ മെമ്പർഷിപ്പിന് ഒപ്പിടാൻ വിളിച്ചു വരുത്തി തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നതാണ്. കൂടെ നിന്നാൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാകുമെന്നും പണമുണ്ടാക്കാൻ സാധിക്കുമെന്നുമൊക്കെ ഇടവേള ബാബു പറഞ്ഞു. നടൻ മുകേഷിനെതിരെയുള്ള ആരോപണം കലണ്ടർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് താല്പര്യമുണ്ടോ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. താല്പര്യമില്ല എന്ന് പറഞ്ഞ് മീനു ഒഴിവാക്കി. പിന്നീട് താൻ താമസിക്കുന്ന മുറിയിൽ മുകേഷ് അതിക്രമിച്ചു കയറുകയും ഉപദ്രവിക്കുകയും ചെയ്തുവെന്നും നടി പറയുന്നു. നടി ദിവ്യ ഗോപിനാഥ് 2018 നടൻ അലൻസിയർക്കെതിരായി നടി ദിവ്യ ഗോപിനാഥ് ഒരു പരാതി നൽകിയിരുന്നു. എന്നാൽ തൻ്റെ പരാതിയിൽ താരസംഘടനയായ അമ്മ ഇതുവരെ നടപടിയെടുത്തിട്ടില്ലെന്ന് ദിവ്യ ഗോപിനാഥ് പറയുന്നു. ആഭാസം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് അലൻസിയർ ദിവ്യയോട് മോശമായി പെരുമാറിയത്. ഗീതാ വിജയൻ ഇപ്പോൾ തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറയുകയാണ്. 1991 വർഷത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ചാഞ്ചാട്ടം. ഈ സിനിമയുടെ സംവിധായകൻ തുളസീദാസ് തന്നോട് മോശമായി പെരുമാറിയെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല എങ്കിലും സംവിധായകൻ തൻ്റെ വാതിലിൽ മുട്ടുകയും മുറിയിലെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്ത സംഭവങ്ങൾ നടി ഓർത്തെടുക്കുന്നു. ശ്രീദേവിക സംവിധായകൻ തുളസീദാസിനെതിരെ പരാതി ഉന്നയിച്ച രണ്ടാമത്തെ നടിയാണ് ശ്രീദേവിക. 2006 ഷൂട്ടിങ്ങിനിടെ സംവിധായകൻ നിരന്തരം കതകിൽ മുട്ടുമായിരുന്നു എന്നും നടി പറയുന്നു. പിന്നീട് പറഞ്ഞുറപ്പിച്ച വേതനം ലഭിച്ചില്ല എന്നും നടി പരാതിയിൽ പറയുന്നു.